രാത്രി നമ്മുടെ ഇലക്ട്രിസിറ്റി ബോർഡിൽ കുറെ പേര് ആക്രമണം നടത്തി എന്നുള്ള വാർത്ത ഉണ്ടായില്ലേ? അതിന്റെ ബേസ് ആയിട്ടുള്ള പൊതുജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുന്ന പോലീസിന്റെ അതേ രീതിയിലുള്ള സംരക്ഷണമാണ് നമ്മൾ വെളിച്ചം നൽകുന്നതിലൂടെ നമ്മൾ ഈ രാജ്യത്തിന് വേണ്ടി നൽകുന്നത്. കേവലം കുറച്ചു നേരത്തെ വൈദ്യുതി തടസ്സം ഉണ്ടാവുക എന്ന് പറഞ്ഞുകൊണ്ട് ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സ്ഥിതി അതൊരിക്കലും അംഗീകരിക്കാനാവുന്നതല്ല. ഇന്ത്യൻ പീനൽ കോഡിലെ 332 333 പ്രകാരം ഇപ്പോഴത്തെ ഭാരതീയ ന്യായ സംഹിതയിലെ 121 122 ഈ വകുപ്പ് പ്രകാരം ഇത്തരത്തില് ആക്രമണം ചെയ്യുന്ന പൊതുസ്ഥാപനങ്ങളിലെയോ ഗവൺമെന്റ് ജീവനക്കാരനെയോ ജോലികൾ തടസ്സപ്പെടുത്തുകയോ ആക്രമണം ചെയ്യുകയോ ചെയ്യുന്നവർക്കെതിരെ അതിശക്തമായ നിയമ സംഹിതയാണ് നിലവിലുള്ളത്. അതിശക്തമായ നിയമ പോരാട്ടങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശ്രമിക്കും എന്ന് മാത്രം നിർവഹിച്ചുകൊണ്ട് ഓഫീസേഴ്സ് അസോസിയേഷന്റെ എല്ലാവിധ ഐക്യദാർഢ്യവും ഈ സമര പ്രതിഷേധ പരിപാടിക്ക് നേർന്നുകൊണ്ട് ചുരുക്കുകയാണ് അഭിവാദ്യം. തികച്ചും അംഗീകരിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് ഇന്നലെ രാത്രി അന്നമനയുടെ സെക്ഷൻ ഓഫീസിലുണ്ടായത്. കളി നടന്നു, അതും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് മാധ്യമങ്ങളിൽ വാർത്ത സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ കളി നടന്ന സമയത്ത് ലോഡ് ഷെഡിംഗ് ഉണ്ടായി എന്നാണ് പല മാധ്യമങ്ങളിലും എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നതും. അത് വസ്തുതാവിരുദ്ധമായ ഒരു സംഭവമാണ്. കാരണം 12:30 കളി നടന്നത്. 12:15 വരെയാണ് ലോഡ് ഷെഡിംഗ് ഉണ്ടായിട്ടുള്ളൂ. ഇവര് 11:50 ആയപ്പോഴേക്കും ഏകദേശം ഓഫീസിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. മനഃപൂർവ്വം KICB ജീവനക്കാരെയും അത് ചെയ്യുന്ന തൊഴിലാളികളെയും മനഃപൂർവ്വം കരിവാരി തേക്കുന്ന രീതിയിലാണ് ഇപ്പൊ ഈ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതും ഈ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ധർണയ്ക്ക് പൂർണ്ണ പിന്തുണ നൽകിയുണ്ട്. കേരള വൈദ്യുതി മസ്ദൂർ സംഘത്തിന്റെ പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുന്നു. യോഗത്തിന് നന്ദി പറയുന്നതിന് വേണ്ടിയിട്ട് വർക്കേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ബൈജു മനസ്സിലിട്ടു. ഇവിടെ കൊറോണ വന്നു, ഒരു മനുഷ്യന് പോലും സർക്കാർ എല്ലാ ലോക്ക്ഡൌൺ ആയിരുന്നു, ഒരു മനുഷ്യൻ പോലും ഒരു ജോലിക്കാർ പോലും പുറത്തു പോകാതിരുന്ന കാലഘട്ടത്തിലും ആവശ്യമായ ആശുപത്രികളടക്കം എല്ലാ സ്ഥലങ്ങളിലും വൈദ്യുതി എത്തിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവൻ പോലും പണയപ്പെടുത്തി അസുഖം വന്ന് മരിച്ചാലും കുഴപ്പമില്ല, നാട്ടിലെ ജനങ്ങൾക്ക് മരുന്നും വെളിച്ചവും കിട്ടണമെന്ന് ആത്മാർത്ഥമായ ശ്രമത്തിന്റെ ഭാഗമായി പണിയെടുത്ത തൊഴിലാളികളാണ്. ആ തൊഴിലാളികളെ ഈ നാട്ടിലെ അന്നമന നടയിലെ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന 99% വരുന്ന ഈ നാട്ടിലെ ജനങ്ങളും ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നവരാണ്. ഇല്ലേ, നമുക്കറിയാം നാട്ടിൽ വൈദ്യുതി ക്ഷാമമുണ്ട്, അതിന്റെ ഭാഗമായിട്ട് ലോഡ് ഷെഡിംഗ് ഉണ്ട് എന്ന് പത്രത്തിലൂടെ വാർത്ത വരികയും ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സെക്ഷൻ ഓഫീസിലോ അല്ലെങ്കിൽ സബ്സ്റ്റേഷനിലോ ഇരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥന് പോലും എപ്പോഴാണ് ലോഡ് ഷെഡിംഗ് എന്ന് അറിയാത്ത സ്ഥിതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏറ്റവും താഴ്ന്ന ഒരു ജീവനക്കാരനെ 5ഓളം വരുന്ന ഗുണ്ടകൾ ചേർന്ന് മർദ്ദിച്ച് വടികൊണ്ടടിച്ച് ഓഫീസ് തല്ലിപ്പൊളിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള ആ ഗുണ്ടകളെ അന്നമന നടയിലുള്ള മുഴുവൻ നാട്ടുകാരും സ്നേഹസമ്പന്നരായ എല്ലാ നാട്ടുകാരും അവരെ എതിർക്കുകയും അവരെ തള്ളിപ്പറയുകയും വേണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ പ്രതിഷേധ പരിപാടി ഇവിടെ അവസാനിച്ചു. ഇനിയും ഇത്തരത്തിലുള്ള ഏതെങ്കിലും വിധത്തിലുള്ള അക്രമങ്ങൾ ഉണ്ടായാൽ ഈ 5:30 ആവുന്നവരെ നമ്മൾ നിൽക്കേണ്ടതില്ല. അപ്പം തന്നെ പ്രതിഷേധം ആഹ്വാനം ചെയ്യുക. ആ രീതിയിലുള്ള പരിപാടികൾ ഉയർന്നു വരണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ യോഗം. ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇതിപ്പോ പൊതുവെ മാധ്യമങ്ങളിലൊക്കെ വന്നിരിക്കുന്നത് ലോകകപ്പിന്റെ കറണ്ട് പോയതിന്റെ പുറത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നത്. അതിന്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞു, ഈ ലോകകപ്പ് തുടങ്ങുന്നതിന് മുമ്പാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. ആ സമയങ്ങളിൽ ഒന്നും ഈ ലോകകപ്പ് തുടങ്ങുന്ന സമയത്ത് ഓൾറെഡി ഇപ്പൊ ലോഡ് ഷെഡിംഗ് ഉണ്ടായിരുന്നില്ല. അതിന്റെ ഇടയിൽ വന്നിട്ടാണ് ഈ പ്രശ്നം ഉണ്ടായിട്ടുള്ളത്. എന്തായിരിക്കും അപ്പൊ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഗുണ്ടകൾക്ക് എന്തെങ്കിലും കാരണം വേണോ എന്തെങ്കിലും ഇതിന് വേണ്ടിയിട്ട്? അവർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടോ? അവരുടെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്തായാലും കേസെടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഇതിൽ ശക്തമായ പ്രതിഷേധമുണ്ട്. ഇനിയും അത് വേണ്ട നടപടികൾ എടുത്തില്ലെങ്കിൽ പോലീസിനെതിരെ പ്രതിഷേധ പരിപാടിയായിട്ട് ഞങ്ങൾ. ഓക്കെ.